എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാസങ്ങൾ നീണ്ട അസ്ഥിരതയ്ക്ക് ശേഷം താരിഫുകളെക്കുറിച്ചുള്ള ആശങ്കകൾ അല്പം കുറഞ്ഞതിനാൽ IPO വിപണി വീണ്ടും സജീവമാകുന്നു എന്ന സൂചനകൾ നൽകി ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഏതർ എനർജി IPOയുമായി രംഗത്തെത്തുന്നു. ഇപ്പോൾ IPO വിപണിയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് ഹീറോ മോട്ടോകോർപ്പിന്റെ പിന്തുണയുള്ള ഏതർ എനർജി. ഈ ഏപ്രിൽ 28 മുതൽ 30 വരെയാണ് കമ്പനിയുടെ പ്രാഥമിക ഓഹരി വിൽപ്പന. ഒരു ഓഹരിക്ക് 304 മുതൽ 321 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫേസ് വാല്യൂ ഷെയർ ഒന്നിന് 1 രൂപയാണ്. ലോട്ട് സൈസ് 46 ഷെയറുകളാണ്. അന്തിമ വിലയെ അടിസ്ഥാനമാക്കി ഏകദേശം 14,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് കുറഞ്ഞ നിക്ഷേപം. IPOയിലൂടെ സമാഹരിക്കുന്ന തുകയിൽ മഹാരാഷ്ട്രയിൽ ഒരു പുതിയ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് 9.27 ബില്യൺ രൂപ ഉപയോഗിക്കും. ഗവേഷണത്തിനും വികസനത്തിനുമായി 7.5 ബില്യൺ രൂപ നീക്കിവച്ചിരിക്കുന്നു. പ്രാഥമിക ഓഹരി വിൽപ്പനയ്ക്ക് ശേഷം ഈ വരുന്ന മെയ് 6-നായിരിക്കും ഓഹരികൾ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക. ഏതർ എനർജി ഒരു ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളാണ്. ഏതർ 450 അപ്പെക്സ്, 450S, 450X, 450X Pro, ഏതർ റിസ്റ്റ തുടങ്ങിയ മോഡലുകൾ ഉൾപ്പെടെ ഉയർന്ന നിലവാരമുള്ള സ്മാർട്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ രൂപകൽപ്പന ചെയ്യുന്നതിലും നിർമ്മിക്കുന്നതിലും വിൽക്കുന്നതിലും കമ്പനി വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡിലും തമിഴ്നാട്ടിലെ ഹൊസൂരിലും കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. ഇതിൽ ഹൊസൂർ പ്ലാന്റിന്റെ വാർഷിക ഉൽപാദന ശേഷി 1,10,000 സ്കൂട്ടറുകളും 1,20,000 ബാറ്ററി പാക്കുകളുമാണ്. ഇന്ത്യയിലെ 80-ലധികം നഗരങ്ങളിലായി 1000-ലധികം ഫാസ്റ്റ് ചാർജിംഗ് പോയിന്റുകൾ ഉൾക്കൊള്ളുന്ന ഏതർ ഗ്രിഡ് എന്ന പേരിൽ ഒരു പ്രൊപ്രൈറ്ററി ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഏതർ എനർജി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് മൊബിലിറ്റി മേഖലയിലെ കമ്പനിയുടെ ശക്തമായ സാന്നിധ്യം വ്യക്തമാക്കുന്നു. ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ വിപണികൾക്ക് കമ്പനി സേവനം നൽകുന്നു. കൂടാതെ ഇലക്ട്രിക് മൊബിലിറ്റി മേഖലയിൽ അതിൻ്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായി കമ്പനി ഉൽപ്പന്ന പോർട്ട്ഫോളിയോയും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുന്നത് തുടരുന്നു. ആദ്യം ഈ കമ്പനിയുടെ ശക്തി നോക്കാം. അതിനുശേഷം കമ്പനിയുടെ നിലവിലെ സാമ്പത്തിക പ്രകടനങ്ങളും റിസ്കുകളും പരിശോധിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇരുചക്ര വാഹന നിർമ്മാതാക്കളിൽ ഒന്നായ ഹീറോ മോട്ടോകോർപ്പ് ഏതറിന്റെ 37% ഓഹരികളും കൈവശം വെച്ചിരിക്കുന്നു. കൂടാതെ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ടൈഗർ ഗ്ലോബൽ തുടങ്ങിയ വമ്പൻ നിക്ഷേപകരുടെ പിന്തുണയോടെയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിലെ ഒരു മുൻനിര കമ്പനിയാണ് ഏതർ എനർജി. വർദ്ധിച്ചു വരുന്ന ഉപഭോക്തൃ ആവശ്യകതയും സർക്കാർ പ്രോത്സാഹനങ്ങളും കമ്പനിയുടെ ബിസിനസ്സിനെ പിന്തുണയ്ക്കുന്നു. കൂടാതെ ഇരുചക്ര വാഹന നിർമ്മാണത്തിനൊപ്പം ബാറ്ററി പാക്കുകൾ സ്വന്തമായി നിർമ്മിക്കുകയും ഏതർ സ്റ്റാക്ക് എന്ന പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ഏതർ എനർജിയെ എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. IPO സമയത്ത് ഓഹരികൾ വിൽക്കേണ്ടതില്ലെന്ന ഹീറോ മോട്ടോകോർപ്പിന്റെ തീരുമാനം ഏതർ എനർജിയുടെ ദീർഘകാല സാധ്യതകളിൽ ആത്മവിശ്വാസം നൽകുന്നു. വിപണി സാഹചര്യങ്ങൾക്കനുസൃതമായി ഏതർ എനർജി അതിൻ്റെ IPO സൈസ് ആദ്യം നിശ്ചയിച്ച 31.06 ബില്യൺ രൂപയിൽ നിന്ന് ഏകദേശം 15% കുറച്ചുകൊണ്ട് പുതിയ ഇഷ്യൂവിനായി 26.26 ബില്യൺ രൂപയാക്കിയിരുന്നു. ഇതിനനുസൃതമായി OFS ഓഹരികൾ 220 മില്യണിൽ നിന്ന് 111 മില്യണായി കുറച്ചു. IPOയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം മഹാരാഷ്ട്രയിൽ ഒരു പുതിയ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കും. ഇനി ഈ കമ്പനിയുടെ നിലവിലെ സാമ്പത്തിക പ്രകടനം പരിശോധിക്കാം. കഴിഞ്ഞ 3 വർഷമായി ഏതർ എനർജി സമ്മിശ്ര സാമ്പത്തിക പ്രകടനം കാഴ്ചവെച്ചതായി കാണാം. 2022 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം 4,089 മില്യൺ രൂപയായിരുന്നു. എന്നാൽ ഇത് 335% വർദ്ധിച്ച് 2023 സാമ്പത്തിക വർഷത്തിൽ 17,809 മില്യൺ രൂപയായി. 2024 സാമ്പത്തിക വർഷത്തിൽ വരുമാനം -1.52% കുറഞ്ഞ് 17,538 മില്യൺ രൂപയായി.
എന്നാൽ പ്രവർത്തന ചെലവുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ചെലവുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് കമ്പനി ഇപ്പോഴും നഷ്ടത്തിലാണ്. 2022 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ അറ്റ നഷ്ടം 3441 മില്യൺ രൂപയിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ 10,597 മില്യൺ രൂപയായി വർദ്ധിച്ചു. കൂടുതൽ താങ്ങാനാവുന്ന വിലയുള്ള റിസ്റ്റ സ്കൂട്ടർ മോഡലിന്റെ ലോഞ്ച് സമീപകാലത്ത് വരുമാനത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്നു. ഇനി ഈ കമ്പനിയുടെ റിസ്കുകൾ പരിശോധിക്കാം. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 10,597 മില്യൺ രൂപയുടെ അറ്റ നഷ്ടം റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഉൽപാദനശേഷി, വിതരണം, ഉൽപ്പന്ന പോർട്ട്ഫോളിയോ, ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നതിനാൽ പ്രവർത്തന നഷ്ടം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കം മുതൽ ഏതർ നെഗറ്റീവ് ക്യാഷ് ഫ്ലോകളിൽ വലയുന്നു. ഇത് തുടരുകയും വളർച്ചാ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുമാകുന്നില്ലെങ്കിൽ അത് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കും. കൂടാതെ കമ്പനിയുടെ വളർച്ച ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം EV വാഹനങ്ങൾ രാജ്യത്തിൻ്റെ പല ഉൾഭാഗങ്ങളിലും ഇപ്പോഴും പുതുമയാണ്. മറ്റൊരു റിസ്ക് EV ഇരുചക്ര വിപണിയിലെ കടുത്ത മത്സരമാണ്. ഓല ഇലക്ട്രിക്, ബജാജ് ചേതക്, TVS, ഹീറോ മോട്ടോകോർപ്പ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണി വളരെ മത്സരാത്മകമാണ്. മറ്റൊരു അപകടം ചൈനയിലെയും ദക്ഷിണ കൊറിയയിലെയും 2 വിദേശ വിതരണക്കാരിൽ നിന്നാണ് ഏതർ പ്രധാനമായും ലിഥിയം അയൺ ബാറ്ററി സെല്ലുകൾ ശേഖരിക്കുന്നത്. അതിനാൽ തന്നെ വിതരണത്തിൽ വരാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ, വിലകളിലെ ചാഞ്ചാട്ടം, ഗുണനിലവാര പ്രശ്നങ്ങൾ, വിതരണത്തിലെ കാലതാമസം എന്നീ അപകട സാധ്യതകൾക്ക് കമ്പനി വിധേയമാകുന്നു. കൂടാതെ ഇലക്ട്രിക് വാഹന നയങ്ങൾ, സബ്സിഡികൾ അല്ലെങ്കിൽ ഇറക്കുമതി നിയന്ത്രണങ്ങൾ എന്നിവയിലെ പ്രതികൂല മാറ്റങ്ങൾ കമ്പനിയെ ബാധിച്ചേക്കാം. ഈ IPOയുടെ ഫാൻസി എന്ന് കരുതുന്ന കാര്യങ്ങൾ ഏതർ എനർജി ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന മേഖലയിലെ ആദ്യകാല കമ്പനികളിൽ ഒന്നാണ്. കൂടാതെ 2 വീലർ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ആവശ്യകതയും പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നു. ഇന്ത്യയിൽ വൈദ്യുത വാഹനങ്ങളുടെ വ്യാപകമായ കടന്നുകയറ്റം ഇനിയും വരും കാലങ്ങളിൽ കണ്ടേക്കാം. ഏതർ അതിൻ്റെ ഉൽപാദനശേഷിയും ഗവേഷണ വികസനവും വർദ്ധിപ്പിക്കുന്നതിനാണ് IPOയിൽ നിന്നുള്ള വരുമാനം പ്രധാനമായും ഉപയോഗിക്കുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ മേഖലയിലെ മത്സരം ഒരു നല്ല കാര്യമാണ്. ഇത് ഉൽപ്പന്ന നവീകരണം പ്രോത്സാഹിപ്പിക്കുകയും മത്സരം മുറുകുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് വാഹനങ്ങൾ വില കുറഞ്ഞു കിട്ടാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അതിനാൽ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏതറിൻ്റെ IPO ഒരു പോസിറ്റീവ് സംഭവ വികാസമാണ്. എന്നാൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൽ നിക്ഷേപ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ചിന്തിക്കേണ്ട ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അനവധിയാണ്. ഇതിൽ ആദ്യത്തേത് പല പുതുമുഖ കമ്പനികളെയും പോലെ ഏതറും ലാഭകരമല്ല. വാസ്തവത്തിൽ ഇത് വിപണിയിലേക്ക് വരുന്ന മറ്റൊരു നഷ്ടമുണ്ടാക്കുന്ന ബിസിനസ്സാണ്. അതായത് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഈ ഓഹരിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വലുതായി ഒന്നുമില്ല. കാരണം പ്രതീക്ഷകൾക്ക് ശക്തി പകരാൻ നിലവിൽ വരുമാനമില്ല. നമ്മൾ പ്രൊജക്ഷനുകൾ, സാധ്യതകൾ, വിവരണങ്ങൾ എന്നിവയെ മാത്രം നിലവിൽ ആശ്രയിക്കുന്നു. മുൻപ് കൊട്ടിഘോഷിക്കപ്പെട്ട് വിപണിയിൽ വന്ന പല IPOകളിലെയും ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. വിപണി സാഹചര്യങ്ങൾ കാരണം ഏതർ ഇതിനകം തന്നെ അതിൻ്റെ മൂല്യനിർണ്ണയം 30% കുറച്ചിട്ടുണ്ടെന്ന് ഇക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അത് അമ്പരപ്പിക്കുന്നതാണ്. ബിസിനസ്സിന് വലിയ സാധ്യതകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് വീണ്ടും IPO പുനർനിശ്ചയിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നിക്ഷേപകർ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ചിന്തിക്കേണ്ടതാണ്. കൂടാതെ നമ്മൾ മുൻപ് പറഞ്ഞ റിസ്കുകൾ കൂടി വിലയിരുത്തി മാത്രം തീരുമാനത്തിൽ എത്തുന്നതാവും ഉചിതം. ഒരു ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ എല്ലായ്പ്പോഴും ഏറ്റവും നല്ല സമയമല്ല IPO എന്നുകൂടി ഓർക്കുക. പ്രത്യേകിച്ച് നഷ്ടമുണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ അപകട സാധ്യതകൾ പല മടങ്ങ് വർദ്ധിക്കും. ഓല ഇലക്ട്രിക് ലിസ്റ്റ് ചെയ്തപ്പോഴുണ്ടായ ബഹളവും ഓഹരിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മൾ കാണുന്നു. ഓലയെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി മുൻപ് വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിലവിൽ ഈ IPOയിലെ നിക്ഷേപം ഒരു പന്തയം വെപ്പിന് തുല്യമായി കാണാം. അല്ലെങ്കിൽ മുന്നോട്ടുള്ള വെറും പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കാം. എപ്പോഴും ബിസിനസ്സുകൾക്ക് നല്ല പണമൊഴുക്കും ദീർഘകാല പ്രവർത്തന ചരിത്രവും വാല്യുവേഷൻ കുറഞ്ഞതുമായ കമ്പനികൾ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കാം. EV സെക്ടറിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റ് ഒട്ടനവധി ഓപ്ഷനുകളുണ്ട് എന്നതുകൂടി ഓർക്കുക. അവ EV ഘടകങ്ങൾ നിർമ്മിക്കുന്ന മികച്ച കമ്പനികളാണ്. വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിക് വാഹന ബിസിനസ്സിൽ നിന്ന് അവയും പ്രയോജനം നേടും.
ഉദാഹരണത്തിന് TVS മോട്ടോർ, SJS എൻ്റർപ്രൈസസ്, FIAM ഇൻഡസ്ട്രീസ്, പ്രീകോൾ, ശ്രീരാം പിസ്റ്റൺസ് തുടങ്ങിയ കമ്പനികൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഇവയിൽ TVS EV ഇരുചക്ര വാഹന നിർമ്മാതാക്കളും മറ്റുള്ളവ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾക്ക് ഘടകങ്ങൾ വിതരണം ചെയ്യുന്നവയുമാണ്. എന്തുതന്നെയായാലും നിക്ഷേപ തീരുമാനം അവരവർ തന്നെ വിശദമായി പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കുക. ഈ വീഡിയോ പഠനാവശ്യങ്ങൾക്ക് മാത്രമായി കാണുക. നിക്ഷേപ തീരുമാനം നിങ്ങളുടേതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.